ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ വീണ. അപ്പോൾ ഇന്നത്തെ എന്റെ ഡെയിലി വ്ലോഗിലേക്ക് അവർക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളെ കണ്ടപ്പോഴേ മനസ്സിലായി കാണൂലേ, ഞങ്ങൾ അതേ പണി ഇട്ടിരിക്കണം കേട്ടോ. പണി വേറൊന്നും അല്ല, ഞങ്ങൾ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതേ വഴി വെച്ച് മഴ പെയ്തു. അങ്ങനെ ഞങ്ങൾ നേരെ ഒരു കടയിൽ കയറി നിൽക്കുവാണേ. ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന വരെ മഴയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതേ പാതി വന്നപ്പോഴത്തേക്കുമാണ് മഴ പെയ്തത്. അപ്പോൾ നിങ്ങൾ കുഞ്ഞുമണി പറഞ്ഞു കേട്ടല്ലോ മഴ പെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ തോന്നുന്ന വേറെ ഒന്നും അല്ലോട്ടോ, എനിക്ക് നാളെ ഒരു ഹാമറിന്റെ വർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതിന്റെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഒരു ഷർട്ട് ഹാമറാണ്. നമ്മൾ ആദ്യം തന്നെ ഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിന്റെ വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നുപോയിരുന്നു കേട്ടോ. അങ്ങനെ നേരെ നമ്മൾ കടയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്റെ ഷോപ്പിംഗ് ഒക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് എന്തെങ്കിലും കൗതുകമുള്ള സാധനങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും ഇങ്ങനെ എടുക്കുവേ. ഇവിടെ ഗിഫ്റ്റ് ഐറ്റംസ്, കീ ചെയിൻസ്, ക്രാഫ്റ്റിന്റെ സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എന്റെ കയ്യിൽ കൂടുതൽ ഇവിടെ പർച്ചേസ് ചെയ്യുന്ന കുഞ്ഞുമണിയാണ്. കുഞ്ഞുമണി എന്റെ കയ്യിൽ ഇരിക്കുന്നുണ്ടല്ലേ, ഓരോന്നൊക്കെ ഇവിടെ കാണുന്നെടുക്കും കേട്ടോ. പക്ഷെ നമ്മൾ പറയുമ്പോൾ അതിനൊക്കെ തിരിച്ച് വെക്കുകയും ചെയ്യുവേ. ഈ കടയിൽ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. ക്രാഫ്റ്റിന്റെ സാധനങ്ങൾ, അതിനൊക്കെ തന്നെ ഇയറിംഗ്സ്, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ഞാൻ എന്റെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ നിൽക്കണം കേട്ടോ. ഇനിയുള്ള ടാസ്ക്കാണ് അച്ഛനെയും മോളെയും പിടിച്ചുകൊണ്ട് വെളിയിൽ ഇറക്കുക എന്നുള്ളത്. അച്ഛനും മോളും കാറും ടോയ്സും കണ്ട ആ സെക്ഷനിൽ അങ്ങ് നിൽക്കുവേ. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്റെ ഫേവറേറ്റ് സെക്ഷൻ ആണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് ബില്ല് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എടുത്ത ഐറ്റംസ്. കിറ്റ്കാറ്റ്, ഫ്രെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഫ്രെയിംസ്, പിന്നെ ഇത്ര ഐറ്റംസ് ഉണ്ടായിരുന്നു നമുക്ക്. നമ്മൾ പിന്നെ അവിടുത്തെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഒരു നാരങ്ങ വെള്ളം കുടിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ഇവിടുന്ന് കുറച്ച് കപ്ലണ്ടി, ചിപ്സ്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് നമ്മൾ ലൂസ് ആണ് കേട്ടോ വാങ്ങുന്നത്. അപ്പോൾ ഇവിടെ നല്ല ലാഭത്തിന് കിട്ടും. അങ്ങനെ വന്നേക്കുവാണേ. പിന്നെ അതായത് നിങ്ങൾ കുഞ്ഞുവണ്ടിയുടെ എക്സ്പ്രഷൻ കണ്ടോ? ഞാൻ ആദ്യം നാരങ്ങളും കുടിച്ചപ്പോൾ പറഞ്ഞു കുറച്ച് പുളി ഉണ്ടെന്ന്. അപ്പോൾ ഈ പുള്ളിക്കാരി ചുമ്മാ ഓവർ എക്സ്പ്രഷൻ ഇടുവാണേ. പിന്നെ രണ്ടാമത് കൊടുത്തപ്പോൾ എക്സ്പ്രഷൻ ആണ് ഇത്. ചുമ്മാ ഷോയാണ് കേട്ടോ നേരത്തെ കാണിച്ചത്. അങ്ങനെ ഞങ്ങൾ നാരങ്ങളൊക്കെ കുടിച്ചിട്ട് പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങളുടെ ചേച്ചിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചേച്ചി ഇതേ നീനുവിനെ എടുത്തിട്ട് ഐസ്ക്രീം വാങ്ങുന്ന കടയിലേക്ക് വന്നു കേട്ടോ. അങ്ങനെ എന്റെ ചേച്ചി മോളും കൂടെ ഐസ്ക്രീം നോക്കാണ് ഇവിടെ. കുഞ്ഞുമണിയുടെ മൂടൊന്നും ശരിയല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഇവിടെ ഇരുന്ന് കരച്ചിലും ബഹളമൊക്കെ കാണിക്കുന്നത്. പിന്നെ എന്റെ ചേട്ടായി മാമനൊക്കെ ഇവിടെ നിന്ന് സംസാരിക്കണം കേട്ടോ. അവരെന്തൊക്കെയോ കൊച്ചു വർത്താനവും ജോലിയുടെ കാര്യമൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണേ. അങ്ങനെ പിന്നെ അവിടെ 2-3 ഐസ്ക്രീം ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേച്ചി വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആദ്യം തൊട്ടേ എന്റെ ചാനൽ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ എന്റെ ചേച്ചിനെ കുറിച്ചൊന്നും പറയുന്ന കാര്യമില്ല കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ നിന്ന് ഫുഡ് ഒക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ചോറും, മീൻകറി, ഉള്ളിത്തോരൻ, മീൻ പൊരിച്ചത്, പിന്നെ നമുക്ക് ഓംലെറ്റ് ഒക്കെ ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമുക്ക് ഇന്ന് കൊടുക്കാനുള്ള ഒരു ഹാമ്പർ. അപ്പോൾ ഷർട്ടും കിറ്റ്കാറ്റും പിന്നെ അതിനൊക്കെ ഒരു വിഷ് കാർഡ്, പിന്നെ കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഹാമ്പർ ആയിരുന്നേ. അപ്പോൾ ഇതുപോലുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹാമ്പർ ഒക്കെ വേണമെങ്കിൽ എന്റെ ഇൻസ്റ്റയിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ്. ഞാൻ ഒരു മുന്നേ ഒരു ഗീവയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് 500 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴത്തേക്ക് ഒരു ഗീവേ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ 400 ആവാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ചാനൽ എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉണ്ടായിരുന്നില്ല. ചാനൽ എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാൻ. ബൈ, സീ യു.